ഇതിൽ ഇംപ്രവൈസ് ചെയ്തിട്ടുള്ളത് ശരിക്കും ആനന്ദും നന്ദുചേട്ടനുമാണ്. അത് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ തമാശയാണ് അവരുടെ ഏരിയ എന്നുണ്ടായതുകൊണ്ട് നമുക്ക് അപ്പോൾ അറിയാം. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ആനന്ദിന്റെ ഓഡിഷന് വേണ്ടിയിട്ട് ആദ്യം വന്നപ്പോഴത്തേനും ആനന്ദിനകത്ത് നിന്ന് എന്ന് വെച്ചാൽ അത് അപ്പം വലിയ പാടാണ്, അത്രയും കാണാൻ പഠിച്ച് പറയാന്ന് പറയാം. അപ്പോൾ ആനന്ദ് കുറച്ച് കൈ നിർത്തുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചൊരു അസ്വസ്ഥത വരുന്നുണ്ട്. അല്ല ഇതുപോലെയൊക്കെ തന്നെ ചെയ്താൽ കൊള്ളാമെന്ന്. പിന്നെ പക്ഷേ നമ്മൾ ശരിക്കും മനസ്സിലാക്കും ആനന്ദ ക്യാരക്ടർ ആയി കഴിഞ്ഞിട്ട് വരുന്ന ഒരു വാല്യൂ അഡീഷൻ. അതിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ചില ഡയലോഗൊക്കെ ആനന്ദ് കൈ നിടും. അപ്പം ഞാനത് എന്ത് ചെയ്യും, ഞാൻ അടുത്ത ടേക്കിൽ അതിന് കവറേജ് എടുക്കാതിരിക്കാൻ നോക്കും. കാരണം എനിക്ക് മറ്റേ ഡയലോഗ് തന്നെ വേണമല്ലോ. അപ്പം പിന്നെ ഒരു വർഷം എനിക്ക് ഓർമ്മയുണ്ട്, റോഷൻ വന്നിട്ട് ആനന്ദിന്റെ മറ്റേ വേരിയേഷൻ എടുത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ ശരി എന്നാൽ അതും കൂടെ എടുത്ത് വെച്ചു. പക്ഷേ എഡിറ്റിൽ വന്നപ്പോൾ ആനന്ദിന്റെ വേരിയേഷൻ തന്നെയാണ് ഉപയോഗിച്ചത്. കാരണം ഇതൊക്കെയാണ് നമ്മുടെ പലപ്പോഴും നമ്മൾ ജഡ്ജ്മെന്റുകൾ അപ്പം എടുക്കുന്നതല്ലായിരിക്കും പിന്നെ എഡിറ്റ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ എഡിറ്റ് ടേബിളിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആനന്ദിന്റെ വർഷനാണ് നല്ലതായിട്ട് തോന്നിയത്. ഭാഗ്യത്തിന് അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റി. പിന്നെ നന്ദിച്ചേട്ടൻ, പിന്നെ ഇവർ തമ്മിൽ ചെയ്യുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന സാധനമുണ്ട്. പിന്നെ അപ്പം ചിലപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ പോർഷനിൽ ആണ് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുള്ളത്. മറ്റേ പോർഷനിൽ ഏറെക്കുറെ ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് തന്നെയായിരുന്നു പോയത്. ഇല്ല അല്ല, അതിന് വെച്ചാൽ ഈ പോർഷനിലില്ല, അവരുടെ ഈ അനീഷ് അഞ്ജന പറയുന്ന പോർഷനില്ല. അയ്യോ, ഞാൻ ആ സാധനം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മള് അനീഷ് എന്ന മാധ്യമ പ്രവർത്തനം നടത്തുന്ന പോഡ്കാസ്റ്റിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്, നമ്മുടെ സിനിമ തുടങ്ങുന്നത്. നമ്മൾ വീണ്ടും ഫുൾ സർക്കിൾ കഴിഞ്ഞ് അനീഷിന്റെ പോഡ്കാസ്റ്റിൽ ഇരിക്കുകയാണ്.